നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു തിരുവോണം ആശംസിക്കുന്നു. അതെങ്ങനെ ഫൈനലി ഓണം ഇങ്ങ് എത്തി. നമ്മുടെ ന്യൂസ് 18 ഓണപ്പാട്ടിൽ പറയുന്ന പോലെ ഓണം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ അത്തം വന്നു, ചിങ്ങം വന്നു, പിന്നെ ആകെ മൊത്തത്തിൽ നമ്മളിങ്ങനെ ഓണത്തിനുള്ളൊരു കാത്തിരിപ്പിലായിരുന്നു മലയാളികൾ ഫുള്ള്. അതെ ആയിരുന്നു. എല്ലായിടത്തും തിരക്കാണ്. ചേട്ടൻ എന്നെക്കാൾ പറയാൻ കൊള്ളില്ലേ? ഇല്ല, അത് വെറുതെ കേട്ടോ, അതൊക്കെ വെറുതെ. ഓക്കെ, അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ഓണം ആശംസിച്ച് നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. ഓക്കെ, അപ്പൊ ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും സന്തോഷത്തിൻ്റെതാണ്, വലിയ കളർഫുൾ ആണല്ലേ. ഏറ്റവും നമ്മൾ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൊണ്ടാടുന്ന ദിവസങ്ങളാണ് ചിങ്ങ സമയം അല്ലെങ്കിൽ ഓണത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ. കുട്ടികളുടെ അവധിയും പിന്നെ അത് മാത്രമൊന്നുമല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് എവിടെ നോക്കിയാലും കളറാണ്. എവിടെ നോക്കിയാലും കളർ. സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ റോഡിലൂടെ സെറ്റ് സാരി അണിഞ്ഞു പോകുന്നു. ചേട്ടനെ അത് മാത്രമേ കാണാറുള്ളൂ, അതുകൊണ്ടാണ് ചേട്ടൻ എങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ സൗന്ദര്യ ആസ്വാദകനാണ്. അല്ല, സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ടാണ് അത് കാണുന്നത് അല്ലേ? സുന്ദരന്മാരെ ചെറുപ്പക്കാരെ നോക്കാറില്ല? അങ്ങനെയല്ല, ഞാനും നോക്കാറുണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ട് വലിയ കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ സദ്യയും പൂക്കളും ഒക്കെയാണ് ഞാൻ ഈ വർഷം ശ്രദ്ധിച്ചത്. അതെ, എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ ഭയങ്കര തിരക്കാണ്, അതെനിക്കറിയാം. കാരണം റോഡിലേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല, ഒരു ഊബർ പോലും വിളിച്ചിട്ട് കിട്ടുന്നില്ലാത്ത സിറ്റുവേഷൻ ആണ്. തിരുവനന്തപുരം നഗരം മാത്രമല്ല, കേരളത്തിൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ, ലോകത്ത് എവിടെ മലയാളികളുണ്ടോ അവരൊക്കെ ഒരുമയോട് ആഘോഷിക്കുന്ന ഓണം. അതാണ് അതിന്റെ സന്തോഷവും ഏറ്റവും ഗംഭീരമായിട്ട് എന്താ പറയാ ഓണത്തിന്റെ ഭംഗി അതാണ്. സത്യം. കാരണം ഈ ദിവസങ്ങളൊക്കെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കർഷകരെയൊക്കെ സംബന്ധിച്ച് കുറച്ച് സങ്കടത്തിന്റെ ദിവസങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ ഇന്ന് പോലെ രാവിലെ തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒരു സന്തോഷത്തിനൊന്നും ഒരു കുറവുമില്ല അല്ലെ. ഈ അത്തം കറുത്താൽ ഓണം വെളുക്കും പറയും. ഇത്തവണ അത്തം അത്യാവശ്യം മഴയൊന്നും ഉണ്ടാവാതെ പോയി. ഓണം കറക്കേണ്ടതാണ്, പക്ഷെ കറക്കരുത്. ഇന്ന് മഴ പെയ്യരുത്, ഇന്ന് മഴ പെയ്യരുത് എന്നുള്ളതാണ്. അതെ, ഇന്ന് പെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ, വിചാരിക്കാം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരോടും ഓണം ആശംസിച്ചുകൊണ്ട് നല്ല സദ്യ കൊണ്ട് ഓണക്കോടി കൊടുത്ത് ഓണക്കളി പിന്നെ പൂക്കളം രാവിലെ പൂക്കളൊക്കെ ഇടുന്ന തിരക്കിലായിട്ടുണ്ടോ? പൂക്കൾ ഇടാറുണ്ട്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ അമ്മ സ്കൂളിൽ പോയി എല്ലായിടത്തും പൂക്കള മത്സരം ഉണ്ടാവല്ലോ, എന്നിട്ട് ഈ പിള്ളേരുടെ അടുത്ത് വായിക്കൊണ്ട് വരുന്ന പൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വീട്ടില് സ്വന്തമായിട്ട് പൂ വാങ്ങുള്ളതിന് പിള്ളേര് വാങ്ങിച്ച പൂ അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് പൂക്കളം ഇടും. പക്ഷെ ഇപ്പൊ ഇവിടെ ആയതുകൊണ്ടും ഇന്ന് ന്യൂസ് 18 ഈ വർഷത്തെ എന്റെ ഓണം, എന്റെ ആദ്യത്തെ ഓണമാണ്. ഇങ്ങനെ ഒരു വർക്ക് ലൈഫ് തുടങ്ങിയ ശേഷം ആദ്യത്തെ ഓണമാണ്. ചോദിക്കാൻ സ്കൂൾ ലൈഫ് കഴിഞ്ഞു, കോളേജ് ലൈഫ് കഴിഞ്ഞു, നേരെ ഒരു ജോലിയിലേക്ക് എത്തി. എന്താ വ്യത്യാസം ഓണത്തിന്റെ വൈബില്? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. ഓണം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് പൂക്കളം ഇട്ട് ഡ്രസ്സൊക്കെ മാറി നടന്നാൽ മതി. ഇന്നിപ്പോ രാവിലെ 5:30 ഇവിടെ എത്തി. വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. പക്ഷെ എന്നാലും ഓണത്തിന് വീട്ടിൽ പോവാൻ പറ്റുന്നില്ല എന്നുള്ള ചെറിയൊരു വിഷമമുണ്ട്. പക്ഷെ അതിനോട് പകരം ഫാമിലി ഇങ്ങ് എത്തുന്നുണ്ട്, അവരിങ്ങ് എത്തുന്നുണ്ട്. ഞാനില്ലാണ്ട് അവർക്ക് ഓണമില്ലെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവരിങ്ങ് എത്താനാണ് ഈ വർഷം തീരുമാനിച്ചിരിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് തലക്കെട്ടോടി കുറച്ച് വാർത്തയിലൊക്കെ പോയിട്ട് നമുക്ക് കുറച്ച് തള്ളും കുറച്ച് വാർത്ത പോവാം. ശരി, ഓക്കെ, തലക്കെട്ട്. ഇന്ന് തിരുവോണം. മഹാബലിയെ വരവേൽക്കാൻ മലയാളി ലോകം. തൃക്കാക്കരയിൽ ചടങ്ങുകൾ തുടങ്ങി. സദ്യ ഒരുക്കിയും പൂക്കളമിട്ടും ഓണത്തപ്പനെ വെച്ചും പൊന്നോണം നാൾ. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒരുമയോടുള്ള ആഘോഷം ആത്മവിശ്വാസം പകരും. ആശംസ നേർന്ന ഗവർണറും. മലയാളികൾ നെഞ്ചോട് ചേർക്കുന്ന ഒന്നിച്ചുള്ള ഓണാഘോഷമെന്ന് വിശ്വനാഥ രാജേന്ദ്ര ലേക്കർ. മാനവികത കൂടുതൽ ശക്തമാകട്ടെ എന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്നും മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായി മഴ പെയ്തേക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കാറ്റും ശക്തമാകും. മീൻ പിടിക്കാൻ കടലിൽ പോകുന്നതിന് വിലക്ക്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കലിനെതിരെ കനത്ത പ്രതിഷേധം. UDF എംപിമാർ ഇന്ന് ഉപവസിക്കും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ പാലക്കാട് ഡിവിഷൻ ഓഫീസ് കവാടത്തിൽ പ്രതിഷേധം. പാലക്കാട്ടെ MLA-മാരും ജനപ്രതിനിധികളും പങ്കെടുക്കും. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പശ്ചിമേഷ്യ സംഘർഷഭരിതം തന്നെ. ഒമാനുമായി ധാരണയായെങ്കിലും ഹോർമുസ് തുറന്നിട്ടില്ലെന്ന് ഇറാൻ. അമേരിക്കൻ ഉപരോധം പശ്ചിമേഷ്യൻ പ്രശ്നം ഗുരുതരമാക്കുമെന്ന് ചൈന. ഉപരോധം നേരിടാൻ തയ്യാറെന്നും ഇറാൻ.
അപ്പോൾ നമ്മൾ വീണ്ടും ഒരു തിരുവോണം കൂടി എത്തി നിൽക്കുന്ന സമയമാണ്. ലോകമെങ്ങും പ്രജാപതി മഹാബലിയെ വരവേൽക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഓണക്കോടി ഉടുത്ത് വരും കാലത്തെ സമ്പൽ സമൃദ്ധിയെ നെഞ്ചേറ്റുകയാണ്. ഇന്ന് ഓരോ മലയാളിയും ദേശഭേദമില്ലാതെ മതഭേദമില്ലാതെ മാലോകരായ മലയാളികളെല്ലാം ഇന്ന് ഓണാഘോഷത്തിലാണ് അല്ലെ? ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ. നമുക്കിന്ന് തിരുവോണം. അത്തം പിറന്ന് ഇക്കുറി 11ാം നാളാണ് പൊന്നോണം. 2018 ശേഷം ഇത്ര സന്തോഷത്തോടെ നമുക്കുണ്ടായിട്ടില്ല ഇങ്ങനൊരോണം. പ്രജകളെ ഇത്ര സന്തോഷത്തോടെ മഹാബലി തമ്പുരാൻ കണ്ടിട്ടുണ്ടാകില്ല. കഴിഞ്ഞുപോയ ദുരിതവും നോവുകളും. 2018 മഹാപ്രളയം. മഴ നിന്നു പെയ്തു, നാടിനെയാകെ മുക്കി. ആ ഓർമ്മ പോലും നമുക്കിഷ്ടമല്ല. പ്രളയജലത്തിലകപ്പെട്ടവരെ നമ്മൾ ചേർത്ത് പിടിച്ചു. ഓണമുണ്ണാതെ അവരെ ഊട്ടി രക്ഷാകരമേകി. 2019 മലപ്പുറത്തെ കവളപ്പാറ, മറുചെരുവിൽ വയനാട്ടിലെ പുത്തുമല, ഇരുണ്ടു പെയ്ത മഴക്കാലം. മലമുകളിൽ മണ്ണും മലവെള്ളവും കുത്തിയൊലിച്ചു വന്നു. മണ്ണിനടിയിൽ പൊലിഞ്ഞത് 63 ജീവൻ. 2020 നോവായി മൂന്നാറിലെ പെട്ടിമുടി. ദുരന്തരാത്രി, നിർത്താതെ പെയ്ത മഴ. ഇരുളിൽ ഉരുളെടുത്തത് 70ലേറെ ജീവൻ. ഉറക്കത്തിലവർ നിത്യനിദ്രയിലേക്ക് ഒഴുകി മറഞ്ഞു. കൂടെ ലോകത്തെ മരണത്തിന്റെ തണുപ്പുകൊണ്ടു തൊട്ട മഹാമാരി കോവിഡ്. 2021 ഓണക്കാലവും നമ്മൾ മാസ്ക് ഇട്ട് നടന്നു. മഹാമാരി ഒഴിഞ്ഞിരുന്നില്ല. അടുത്ത വർഷം മഹാദുരന്തങ്ങൾ ഉണ്ടായില്ലെങ്കിലും തോരാതെ പെയ്തു മഴ. മലയാളിക്ക് പേടിയായിരുന്നു എപ്പോഴും. 2023 പെരുമഴ തോരാതെ പെയ്തു നിന്നു. അനർത്ഥങ്ങൾ ഉണ്ടാകാതിരുന്നത് ആശ്വാസമായി. ആ ആശ്വാസം നീണ്ടു നിന്നില്ല. തൊട്ടടുത്ത വർഷം നമ്മൾ കണ്ണീരിലായി. കണ്ണീർ മഴയായി പെയ്ത പെരുമഴ. വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കയും ഭൂപടത്തിൽ നിന്ന് മാഞ്ഞ രാത്രി. പുഞ്ചിരിമട്ടത്ത് നമ്മുടെ എല്ലാം ഉള്ളാണ് പൊട്ടിയത്. മണ്ണിനടിയിൽ അറ്റുപോയ ജീവന്റെ തുടിപ്പുകൾ. വീണ്ടും ഒരു തിരുവോണം. പോയ ആണ്ടുകളിൽ ദുരന്ത സ്ഥലങ്ങളിൽ മൺമറഞ്ഞവരെ, ഉറ്റവരല്ലാഞ്ഞിട്ടും നമ്മുടെ ഉള്ളുലച്ചവരെ, നോവും നിമിഷങ്ങളെ ഓർക്കാതെ എങ്ങനെ ഓണമുണ്ണും? വരും കാലങ്ങൾ കണ്ണീരിലാകാതിരിക്കട്ടെ. സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ. നമ്മുടെ നാളുകൾക്ക് നിറങ്ങൾ പൂക്കളം തീർക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 18 തിരുവോണാശംസകൾ. ടീം ന്യൂസ് 18. അപ്പൊ സൈറ, ഈ ഓണത്തിന്റെ ദിവസങ്ങളിൽ ഇപ്പൊ എൻ്റെ നാടെന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ല മൂവാറ്റുപുഴയാണ്. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു എവിടെ എല്ലായിടത്തും ഈ തിരുവോണത്തിന് അന്ന് വീട്ടിൽ എന്താണ് പൂക്കളാണ് ഇടാറ്. നമുക്കവിടെ പൂക്കളാണ് മെയിൻ. എന്താണ്? ഞാൻ എൻ്റെ ഒരു ചെറുപ്പാലത്തിലേക്ക് ഓണം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടില് ഒരു ശാന്ത ചേച്ചി ഉണ്ടായിരുന്നു. ശാന്ത ചേച്ചി നന്ദന ചേട്ടനും. ശാന്ത ചേച്ചിയുടെ നന്ദന ചേട്ടന്റെ വീട്ടിലാണ് സ്ഥിരമായി എനിക്ക് ഉച്ചയ്ക്ക് ഓണസദ്യ. അവിടെ എത്തണം. അവിടെ ഷൈമോൻ ചേട്ടനുണ്ട്, ഒരു ഭാനു ചേച്ചിയുണ്ട്. അപ്പൊ ആ 4 പേർക്കിടയിൽ നമ്മളും കൂടും ഓണത്തിന്. അപ്പം ഞാൻ ആദ്യമൊക്കെ നോക്കുമ്പോൾ അവിടെ മുറ്റത്ത് ഈ ഓണം ഇടില്ല, തിരുവോണം കളവിടില്ല. അതിന് പകരം ഈ ഓണത്തപ്പൻ എന്ന് പറഞ്ഞൊരു പിരമിഡ് പോലെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടില്ല. അതായത് ഓണത്തപ്പൻ എന്ന് പറയും. ഓണത്തപ്പനും തുമ്പയും മാത്രമാണ്. എന്നിട്ട് എന്താണ് എന്തോ ഒരു വെള്ള നിറത്തിലൊരു ഇങ്ങനെ തളിക്കും. എനിക്ക് തോന്നുന്നത് മഹാബലി വന്നു പോയി എന്നുള്ളതിന്റെ അടയാളപ്പെടുത്താൻ തോന്നുന്നു. അന്ന് നല്ല ഓണം ഇടുന്നു. അപ്പൊ ഞാൻ ആലോചിക്കാം, തിരുവോണമല്ല, അപ്പൊ തിരുവോണത്തിന് ഏറ്റവും വലിയ പൂക്കൾ എന്താണ്. ഞാൻ ഈ പെട്ടെന്ന് ശാന്ത ചേച്ചിയും നന്ദന ചേച്ചി ഓർക്കുന്നു. എന്റെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഈ വർഷം പോവാത്തതിൽ പരാതിയില്ലേ? കാരണം ഇന്നിപ്പോ വൈഫും കുട്ടികളും ഇവിടെ ഇപ്പൊ ജോലിക്ക് വന്ന ശേഷം നടക്കാറില്ല. സ്കൂൾ കോളേജ് വരെ എന്റെ എല്ലാ ഓണവും അവരുടെ വീട്ടിലാണ്. എന്റെ വീട് നേരെ എതിർവശത്തൊക്കെ തന്നെ ഉള്ളതാണ്. അപ്പൊ എന്തായാലും അവർക്ക് നന്ദന ചേട്ടാ, ശാന്ത ചേച്ചി, ഷൈമോൻ ചേട്ടാ, ഭാനു ചേച്ചി, എല്ലാവർക്കും ഹാപ്പി ആണ്. പഴയ ഒരു ഓർമ്മയിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ റിപ്പോർട്ടർ റെഡിയാണ്. ശരി, നമുക്കൊന്ന് പോയിട്ട് വരാം. പൂക്കളവും ഓണസദ്യയും ഒക്കെ ഒരുക്കി മാവേലി മന്നനെ വരവേറ്റ് മലയാളിക്കര ഇങ്ങനെ ഒന്നാകെ രാവിലെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേർതിരിവുകളുടെയും വേലിക്കെട്ടുകളൊക്കെ മറന്ന് ഒരുമയുടെ ഓണക്കോടി അളിഞ്ഞ് ഉത്സവ ലഹരിയിലാണല്ലേ. കൊച്ചിക്ക് പോവാം. കൊച്ചി ഇല്ലാണ്ട് എന്ത് ഓണം. ഡാനി, ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
അപ്പൊ ഡാനി, എന്താണെങ്കിലും ഓണത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്. അത്തച്ചമയത്തിൽ തുടങ്ങി. ഇതാ തൃക്കാക്കര സ്വന്തം സ്ഥലമാണ് മഹാബലി തമ്പുരാന്റെ. അപ്പോ എന്താണ് അവിടുത്തെ ഓണാഘോഷം എങ്ങനെയുണ്ട്? ചടങ്ങുകളൊക്കെ തുടങ്ങിയോ? ഈ ഡാനിയുടെ ഓണപരിപാടി എന്താണ് പറഞ്ഞിട്ട് അങ്ങ് ക്ലിയർ ആക്കാം. ആദ്യം എല്ലാവർക്കും ഓണാശംസകൾ. എന്തോ ചോദിച്ചതുപോലെ എന്താ ഓണപരിപാടി എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഓണപരിപാടി എന്ന് പറയാൻ കഴിഞ്ഞ കുറെ നാളുകളായി. ഈ ഓണ ദിവസങ്ങളിലുള്ള നമ്മുടെ പരിപാടികൾ ഇത് തന്നെയാണല്ലോ. എന്തായാലും ഉള്ളത് ഇപ്പോൾ തൃക്കാക്കരയിലാണ്. നമുക്കറിയാം ഈ തൃക്കാക്കര എന്ന് പറയുന്നത് തിരുവോണത്തിന്റെ നാട്, ഓണത്തിന്റെ നാട് എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്നത്. മറ്റ് വിശേഷങ്ങളെക്കാളെല്ലാം തന്നെ അധികം തൃക്കാക്കരയോട് ചേർന്ന് നിൽക്കുന്നത് ഈ ഓണ ദിവസവും ഇതിന്റെ ആഘോഷങ്ങളും ഇതിന്റെ തനിമയും ഈ നിറച്ചാർത്തും എല്ലാം തന്നെയാണ്. എന്തുകൊണ്ട് തൃക്കാക്കരയിലേക്ക് വിശേഷപ്പെട്ട ഇടമാകുന്നു എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന വലിയ പുരുഷാർ ഇവിടേക്ക് തൊഴുന്നതിന് വേണ്ടിയെല്ലാം തന്നെ കാത്തു നിൽക്കുന്ന ഒരു നീണ്ട നിര. കാരണം ഇതിനൊരു ഐതിഹ്യവും ചരിത്രവും എല്ലാം തന്നെയുണ്ട്. ഇതിന് കേരളത്തിലെ തന്നെ ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ഒരു വാമനമൂർത്തി ക്ഷേത്രം എന്നെല്ലാം പറയാവുന്നത്, വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എന്ന് പറയാവുന്നത് തൃക്കാക്കര മഹാക്ഷേത്രമാണ്. ഇതിനോട് അടുത്ത് നിൽക്കുന്നൊരു ചടങ്ങെന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, ഈ ദിവസത്തെ ചടങ്ങെന്ന് പറയുന്നത് മഹാബലിയെ പ്രതീകാത്മകമായി എതിരേൽക്കുക എന്നതാണ്. ഇത് എത്ര ഒരു സന്തുഷ്ടകരമായ അല്ലെങ്കിൽ എത്ര ആഹ്ലാദകരമായ ഒരു നിമിഷമാണെന്ന് നോക്കുക. അങ്ങനെ ഒരു പ്രതീകാത്മക ചടങ്ങ് നടക്കുന്നത്. വാമനമൂർത്തി വേഷധാരിയായ ഒരു കുട്ടി ഇവിടെ പ്രതീകാത്മകമായി മഹാബലി എതിരേറ്റ് ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ് അതിന്റെ ഒരു ആശയം എന്ന് പറയുന്നത്. അതിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് അത് നടത്തുന്നത്. അതോടുകൂടിയാണ് ഈ ആഘോഷങ്ങൾക്ക് വലിയ രീതിയിലൊരു തുടക്കമാകുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധിയായ ആളുകൾ ഈ തൃക്കാക്കരയിലെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഇവിടെ പിന്നീട് നടക്കുന്നത് രാവിലെ ഒരു 10:00 തിരുവോണ സദ്യ ആരംഭിക്കും. എന്തോ കൂടുതൽ താല്പര്യമുള്ളൊരു വിഷയമായിരിക്കും എൽദോയ്ക്ക് തിരുവോണ സദ്യ എന്നെല്ലാം തന്നെ പറയുമ്പോഴേക്കും. അപ്പോൾ ഈ തിരുവോണ സദ്യ ഡാനിക്ക് ഓണമായാലും ക്രിസ്മസ് ആണെങ്കിലും ഡാനി ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഡാനിക്ക് സദ്യയോടും ഉച്ചത്തെ ഭക്ഷണത്തോടും ഒന്നും താല്പര്യമില്ല. എനിക്ക് നല്ലപോലെ അറിയാം. കാരണം ഡാനിയുടെ ഒരു രീതി ഇതാണ്, മിതമായിട്ട് ആഹാരം മാത്രം കഴിക്കുക. എന്തായാലും ആ തിരുവോണത്തിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് തിരുവോണ സദ്യയുടെ 10:00 തിരുവോണ സദ്യക്ക് ഔപചാരികമായ തുടക്കമാകും. മന്ത്രിമാരായ റോജി എം ജോണും അബ്ദുൽ ഗഫൂറും അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കുകയും ചെയ്യും. തൊട്ടപ്പുറത്താണ് തിരുവോണ സദ്യ. ഏതാണ്ട് 25,000-ലധികം പേർക്ക് സദ്യ നൽകാൻ കഴിയുമെന്ന് തന്നെ. ഇന്നലെ ഉത്രാട സദ്യ ഉണ്ടായിരുന്നു. ആ ഉത്രാട ദിവസം ഇന്നലെ നമ്മളത് മിസ് ചെയ്തില്ലെന്ന് കൂടി ചേർത്ത് പറയുന്നു. ഇവിടെ എത്തുകയും ചെയ്തു. തിരുവോണത്തിന്റെ ദിവസം ഈ തൃക്കാക്കരയുടെ ഈ ദേശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അവരുടെ ഉച്ചഭക്ഷണം അല്ലെങ്കിൽ തിരുവോണ സദ്യ എന്ന് പറയുന്നത് ഈ ദേശം മുഴുവനായിട്ട് തന്നെയും ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുക എന്നതാണ്. ഈ പ്രദേശത്ത് താമസിച്ചിരുന്നവർ, ഇവിടെ നിന്ന് വിവാഹിതരായി മറ്റിടങ്ങളിലേക്ക് പോയവർ, വിദേശത്ത് പോയവർ, ഇവരുടെ എല്ലാം തന്നെ ദേശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയുടെ ഉത്സവത്തിന്റെ മഹോത്സവമായിട്ട് തന്നെയാണ്. അവരുടെ ഒരുമയുടെ, സാഹോദര്യത്തിന്റെ, ദേശത്തിന്റെ ഒരു ഉത്സവമാണ് ഇവിടെ ഈ ഇന്നത്തെ ആഘോഷം എന്ന് പറയുന്നത്. അത് ഓണത്തിനപ്പുറം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ചേർത്ത് കെട്ടാവുന്ന ഒരു വികാരമാണ് അവരുടെ ഈ ദിവസത്തെ ഒരു കൂട്ടായ്മ എന്നെല്ലാം പറയുന്നത്. ഇന്ന് പരസ്പരം കണ്ടും ആശ്ലേഷിച്ചും ആശംസകൾ കൈമാറിയും എല്ലാം തന്നെ കടന്നുപോകുന്ന ഒരു ദിവസം കൂടിയാണെന്ന് വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സുഖാന്വേഷണങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന ആ ഒരു ദിവസം എല്ലാം കൂടിയാകുന്നു എന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. ഏതായാലും ഇവിടെ നട തുറന്നു. ദർശനത്തിന് വേണ്ടിയുള്ള വലിയ തിരക്ക്, നീണ്ടുപോകുന്ന ആ ക്യൂ, അത് ഇതിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ഒത്തിരി പേരുണ്ട് ഇവിടെ എല്ലാം തന്നെയുണ്ട്. അങ്ങനെ ആ ഒരു നിര നീണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റ് ചടങ്ങുകളുമെല്ലാം നടക്കും. കലാപരിപാടികളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്യും. ഏതായാലും ഇതിൽ നമ്മൾ കാണുന്നത് വളരെ സന്തോഷമുള്ള, തെളിമയുള്ള, നിറഞ്ഞ ചിരിയുള്ള മുഖങ്ങൾ തന്നെയാണ് കാണുന്നത് എന്നതാണ്. ഏതായാലും ഈ ഒരു ക്യൂവും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇവിടെയാണോ ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം? ഇതിനു മുമ്പ് വന്നു, 2-3 പ്രാവശ്യം വന്നിട്ട് പോയി. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നാണ് ഇത്രയും തിരക്ക്, ഭയങ്കര ക്യൂ നിൽക്കുന്നത്. സന്തോഷം. ഇതേപോലുള്ള ഒരു പ്രതികരണം നമ്മൾ ആരോട് ചോദിച്ചാലും ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാം. ഇവിടെ അടുത്താണോ വീട്? അല്ല,
വടുതലയാണ്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രം ഇവിടെ തന്നെയാണ്. തീർച്ചയായിട്ടും വരാറുണ്ട്. എന്റെ അച്ഛൻ ഇവിടെ മേൽശാന്തിയായിരുന്നു 35 കൊല്ലം മുമ്പ്. വളരെ വൈകാരിക അടുപ്പം കൂടിയാണ്. തീർച്ചയായിട്ടും എല്ലാ ഓണത്തിന്റെ അന്ന് രാവിലെ വന്ന് തൊഴും. ഇതുപോലെ ഹൃദയത്തോടെ ചേർത്ത് നിർത്തുന്ന അനുഭവങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം തന്നെയാണ് അവർക്ക് ഈ ദിവസത്തിന്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത്, ഉത്സവം എന്ന് പറയുന്നത്. അത് തിരുവോണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിനുമപ്പുറം ചേർന്ന് നിൽക്കുന്ന പ്രാദേശികമായ ഒരു വികാരവും അടുപ്പവും എല്ലാം തന്നെയുണ്ട്. എൽദോ സൈറ നോക്കുക, നീണ്ടുപോകുന്ന ക്ഷേത്രത്തിനകത്തേക്ക് നീണ്ടുപോകുന്ന ഒരു ക്യൂ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ വലിയ നിരകൾ അങ്ങനെ അനസ്യൂതം അത് നീണ്ടുപോവുകയാണ്. അതിനപ്പുറത്താണ് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മഹാബലിയെ എതിരേൽക്കുന്നതടക്കമുള്ള ചടങ്ങുകൾ, പ്രതീകാത്മക ചടങ്ങുകൾ അടക്കം ആരംഭിക്കുന്നത്. ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ആ ചടങ്ങുകൾക്ക് തുടക്കമാകുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അത്തം ഘോഷയാത്രയോട് ചേർന്ന് നിൽക്കുന്നതാണ് തൃക്കാക്കരയിലെ ഈ മഹോത്സവം എന്ന് പറയുന്നത്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണത്തിന്റെ വരവറിയിക്കുന്ന, ഓണത്തിന്റെ വിളംബരം എന്നതെല്ലാം തന്നെ പറയുന്നത് അത്തം ദിവസം നടക്കുന്ന അത്തം ഘോഷയാത്രയാണ്. തൃപ്പൂണിത്തുറ രാജഭരണ കാലത്തോട് അത് ചേർന്ന് നിൽക്കുന്ന ഒരു ആഘോഷവും എല്ലാം തന്നെയാണ്. ഈ അത്തം നാളിൽ അവിടെ നിന്ന് കൊണ്ടുവരുന്ന അത്തം പതാക, അതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നന്ദി കുറിച്ചുകൊണ്ട് കൊടിയേറ്റായിട്ട് നടക്കുന്നത്. അതിനുശേഷം ഇന്ന് തിരുവോണത്തിന് വൈകുന്നേരത്തോടുകൂടി വലിയ വിപുലമായ ആഘോഷ പരിപാടികളോടുകൂടി പകൽപൂരത്തോടുകൂടി അതിന് കൊടിയിറക്കമാവുകയും ചെയ്യും. ആ ദിവസങ്ങളിൽ ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ വിപുലമായ രീതിയിൽ തന്നെ അത് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ദേശത്തിന്റെ ഒരു വലിയ ഉത്സവമായിട്ട് തന്നെ ഈ ദിവസങ്ങളിൽ കൊണ്ടാടുകയും എല്ലാം തന്നെ ചെയ്യും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ചടങ്ങുകളുടെ ഒരു മൂലകേന്ദ്രം എന്നതെല്ലാം പറയുന്നത് ഈ ദിവസത്തിന്റെ ഇത് മഹാബലി ആസ്ഥാനമാണ്. ഇവിടെ നിന്നാണ് മഹാബലി എതിരേൽക്കുന്നത് അടക്കമുള്ള ആ ചടങ്ങുകളും എല്ലാം തന്നെ നടക്കുന്നത്. അങ്ങനെ എൽദോ സൈറ ഏതായാലും ഈ ദിവസത്തിന്റെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ചടങ്ങ് എന്ന് പറയുന്നത് മഹാബലി എതിരേൽക്കുന്ന ആ ചടങ്ങുകളടക്കമാണ്. അതിന് അല്പസമയത്തിനകം തന്നെ അത് തുടക്കമാകുകയും ചെയ്യും. അതോടുകൂടി ഇവിടുത്തെ ഒരു ഓണാഘോഷം അതിന്റെ ഒരു പൂർണ്ണമായ സജീവതയിലേക്ക് കടക്കുകയും ചെയ്യും. റൈറ്റ്. അപ്പോൾ ഡാനി എന്തായാലും ഓണം കളറാക്കുക, ഓണസദ്യയൊക്കെ ഉണ്ടിട്ട് വേണം പോകാൻ. ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞാൽ ഓണസദ്യ ഉണ്ടായിരിക്കില്ലേ? ഇല്ല ചേട്ടാ, മിസ്സാക്കും തോന്നുന്നുണ്ടോ? ഇല്ല, ഉറപ്പായിട്ടില്ല. അപ്പോൾ ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കുക. നല്ലൊരു ദിവസമാവട്ടെ ഡാനിക്ക്, ഡാനിയുടെ ഫാമിലി എല്ലാം ഞങ്ങളുടെ ഹാപ്പി ഓണം കേട്ടോ. അപ്പം സേറ, ഞാൻ ഈ തൃക്കാക്കരയുടെ കാര്യം പറയുമ്പോൾ ഒരു രസകരമായ ഒരു കഥയിലൊരു അനുഭവം പറയാം. 2012 ഓണമാണ്. അപ്പോൾ ഞാൻ മറ്റൊരു ചാനലിൽ വർക്ക് ചെയ്യാണ്, റിപ്പോർട്ടർ TV-യിലാണ്. അപ്പം അന്ന് നമുക്ക് നാട് കാണുന്ന മാവേലി എന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഈ നാട് കാണുന്ന മാവേലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മഹാബലി കൂടെ ഉണ്ട്, കൂടെ ഞാനൊരു കോ ആങ്കർ ആയിട്ടുണ്ട്, മഹാബലിയും കൂടെ ആങ്കർ ചെയ്യും. അപ്പോൾ മഹാബലി ഉണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ യാത്രയാണ്. അപ്പോൾ ഓരോ ജില്ലയിലെയും ഓണങ്ങളുടെ അനുഭവങ്ങളൊക്കെ തേടിയുള്ള യാത്ര. അപ്പോൾ എറണാകുളം ജില്ലയിൽ എത്തിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഈ ഒരു ടെമ്പോ ട്രാവലറാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഫുള്ള്, ക്യാമറ ക്രൂ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ തൃക്കാക്കര ക്ഷേത്രത്തിലെത്തി. അപ്പോൾ തൃക്കാക്കര ക്ഷേത്രത്തിൽ നമ്മൾ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തു. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അഭിലാഷ് ചേട്ടനാണ്. അഭിലാഷ് ചേട്ടനാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് തൊഴാൻ പോകണമെന്ന് പറഞ്ഞ് പുള്ളി പോയി. അപ്പോൾ ഞാനുണ്ട്, മഹാബലിയുണ്ട് വണ്ടിയിൽ. മഹാബലി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാവലി ചേട്ടൻ. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടി ഇട്ട സ്ഥലത്ത് വേറെ അത്യാവശ്യമായിട്ട് അവിടെ നിന്ന് വണ്ടി മാറ്റണം, എന്തോ അവിടെ പ്രത്യേകിച്ച് എന്തോ എഴുന്നള്ളത്ത് എന്തോ വരാനുണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് സ്ഥലം വിട്ടു. ഞാൻ നോക്കിയപ്പോൾ എനിക്കാണെങ്കിൽ ടെമ്പോ ട്രാവലർ ഓടിക്കാറില്ല. കാറൊക്കെ ഓടിക്കാറില്ല, ടെമ്പോ ട്രാവലർ ഇനി വേറെ എന്തെങ്കിലും എനിക്ക് മറ്റേ മഹാഗീർ ഇടണോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മുടെ മഹാബലി വേഷമാണ്. ചേട്ടൻ പറഞ്ഞു, ഞാനാട്ടെ അതിനിപ്പോൾ എന്താ പറഞ്ഞു. പുള്ളി ഫുൾ കോസ്റ്റ്യൂമിലാണ്, കിരീടമൊക്കെ വെച്ച് മീശയൊക്കെ വെച്ച് നല്ല ഗംഭീരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ ഓക്കെ അറിയാമല്ലോ അല്ലേ? അറിയാം. അപ്പം താക്കോലുണ്ട് വണ്ടിയിൽ. പുള്ളി സീറ്റിൽ കയറിയിരുന്നു, വണ്ടി എടുത്തു, റിവേഴ്സ് എടുക്കുന്നു, വളരെ കൂളായിട്ട് പുള്ളി മാറ്റിയിടുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ പാഞ്ഞു വരും കേട്ടോ. ഞാൻ ഈ ചേട്ടൻ്റെ പരവില്ലത്തോ പന്തി ഉണ്ടല്ലോ, ഞാൻ ചേട്ടൻ വണ്ടിയിലോ തട്ടിയോ കേട്ടാ? ഇല്ലില്ല, ഒന്നുമില്ല. അപ്പോൾ മഹാബലി ഇങ്ങനെ മീശയൊക്കെ വെച്ചിട്ട് പറയാം, ഇല്ല ഒന്നും തട്ടിയിട്ടില്ല, ഒരു കുഴപ്പമില്ല. അതായത് ഈ ഓണം എന്ന് പറഞ്ഞാൽ തൃക്കാക്കരയിൽ മഹാബലി അവരുടെ ആരാധനാമൂർത്തി കൂടിയാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ മഹാബലി തമ്പുരാനെ കൊണ്ട് നിങ്ങൾ ടെമ്പോ ട്രാവലർ ഓടിപ്പിച്ചോടാന്ന് ചോദിച്ചിട്ട് എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നു മഹാബലി, ഞാൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ചേട്ടാ, ഇത് ഞങ്ങളുടെ സ്വന്തം മഹാബലിയാണ്, ക്ഷമിക്കണം. തൃക്കാക്കരാലും പറഞ്ഞപ്പോ ഒന്ന് ഓർത്ത് അടി കിട്ടാണ്ട് അവിടുന്ന് പോകുന്നല്ലോ അല്ലേ? ജസ്റ്റ് മിസ്. ഓണം ആയതുകൊണ്ട് അവര് വെറുതെ വിട്ടെന്ന് നമുക്ക് പറയാം. എന്തായാലും ഈ പഴയ കഥയൊക്കെ എടുത്തുകൊണ്ട് വരുന്നതിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല പ്രായം ഉണ്ട് ആൾക്ക്.
ചെറുത് 2012 നിങ്ങൾ ഇനി ചോദിച്ച ഒരു 40 കൊല്ലം മുന്നത്തെ 50 കൊല്ലം മുന്നത്തെ ഓണക്കഥയൊക്കെ എടുത്തോണ്ട് വരും. മനസ്സിന് ഒരിക്കലും പ്രായമാകില്ല കുഞ്ഞാ 2 കുഞ്ഞുങ്ങൾ പുറത്തുണ്ട്. ഇനി ഞാൻ ഒരു ചെറിയ ടാസ്ക് തരട്ടെയോ? ഞാൻ ഒരു 10 സെക്കൻഡ് സമയം തരാം. മാക്സിമം ഓണ വിഭവങ്ങളുടെ മാക്സിമം ഓണ വിഭവങ്ങളുടെ പേര് പറയാവോ? പിന്നെന്താ എന്താ വേണ്ടേ? ഫോൺ എങ്ങനെ വെച്ചോളൂ, ഞാൻ എണ്ണാൻ വേണ്ടിട്ടാണ്. ആദ്യം എന്താണ്? പുള്ളിക്കറി, ഇഞ്ചിക്കറി, പച്ചടി, കിച്ചടി, തോരൻ, അവയില്, മെഴുക്കുവരട്ടി, കൂട്ടുകറി, പിന്നെ പുളിശ്ശേരി, എരിശ്ശേരി, പിന്നെ സാമ്പാർ, അവിയല്, പിന്നെ പരിപ്പ്, പപ്പടം, നെയ്. ആദ്യം തിരുവനന്തപുരത്തിന് അത് കഴിച്ചില്ല, തിരുവനന്തപുരം സദ്യ കഴിച്ചിട്ടുണ്ട്. ആദ്യം എന്താണ്? ആദ്യം ചോറ്. ആദ്യം ചോറ്, പിന്നെ പരിപ്പ്, എന്നിട്ട് നെയ്യ് ഒഴിക്കും, എന്നിട്ട് ബാക്കി കറികളെല്ലാം ഉണ്ടല്ലോ. ചോറുണ്ട്, എന്നിട്ട് അത് കഴിഞ്ഞ് സാമ്പാർ വരും. ഇതെല്ലാം കഴിഞ്ഞ് ഈ പായസം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ട് ചോറ്. അതാണ് തിരുവനന്തപുരത്തിന്റെ സദ്യ സ്പെഷ്യൽ ആക്കുന്നത്. പായസം കഴിക്കുക, പായസം കഴിച്ചിട്ട് വീണ്ടും കുറച്ച് പുളിശ്ശേരി ഒഴിച്ചിട്ട് രസം കയ്യിൽ കൊണ്ടുവന്നു. അപ്പൊ എന്താണ് നമ്മൾ കഴിച്ച സദ്യ ഫുള്ളങ്ങ് ദഹിക്കുകയാണ്. മിസ് ചെയ്തൊരു സാധനമുണ്ട്, ബോളിയും പായസം. ബോളിയും പായസം 2 പായസത്തിനിടയ്ക്ക് ഞാൻ ഊഹിച്ചായിരുന്നു. പിന്നെ കഴിക്കണം കേട്ടോ. ഇന്നിവിടെ നമുക്ക് ഓണസദ്യ ഒക്കെ ഉണ്ട്. നമ്മുടെ ഓണാഘോഷം ഒരു നടന്നു ഗംഭീരമായിട്ട്, പക്ഷെ എങ്കിൽ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം സാർ ഇനി നമ്മള് അനുമോദിലേക്ക് പോവാണ്. വള്ളുവനാട്ടിലെ ഓണം അത് വേറൊരു തരത്തിലുള്ള ഓണാട്ടോ. നമ്മൾ കാണുന്ന പോലെയല്ല. അനുമോദ് അത് വിശദീകരിക്കും. കാരണം അനുമോദ് അതിന്റെ ഒരു എക്സ്പെർട്ടാണ്. ഞാൻ ആദ്യം തൊട്ട് അനുമോദിന്റെ ഓണാഘോഷങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. കാരണം അനുമോദ് അത്രയും നേരിട്ട് ഇടപഴകുന്നതുകൊണ്ടാണ് അനുമോദ് പറഞ്ഞു തരും. അനുമോദേ, അങ്ങനെ വള്ളുവനാട്ടിലെ ഓണത്തിന്റെ കാഴ്ചകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എല്ലാവർക്കും ഓണാശംസകള്. അപ്പൊ പറഞ്ഞ വള്ളുവനാട്ടിൽ എന്താണ് വിശേഷം ഓണത്തിന്? എന്തോ അല്ല, ഞാൻ ഈ ബാക്കി തള്ളുന്നുണ്ടോ നോക്കാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എന്തായാലും ഞാൻ തള്ളിക്കോളാം ബാക്കി. അപ്പോ എല്ലാ കൊല്ലത്തിനും പോലെ നമ്മൾ ഓണം ആഘോഷത്തില് ആദ്യ അല്ല, അവന്റെ ഭാഗത്തുനിന്ന് ഒരു ഓണത്തള്ളുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് ആ തള്ളു ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അപ്പൊ എന്താണെങ്കിലും ഓണം അങ്ങനെ നമ്മളെ മുറ്റത്തെത്തി നിൽക്കുകയാണ്. നമുക്ക് എന്നെ കാണുന്നതിനേക്കാൾ നല്ലത് ഓണത്തിന്റെ കാഴ്ചകൾ കാണുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് ആദ്യം പോവാം. ഇവിടെ ഈ മാവേലിയെ പൂജിക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമ്മൾ തൃക്കാക്കരയിലെ പൂജിക്കുന്നത് പോലെയല്ല. ഇവിടെ ഓരോ വീട്ടിലും മഹാബലിയുടെ പ്രതിരൂപം മണ്ണിൽ തീർത്ത് അതിന് നമ്മൾ പൂജിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ വീടുകളിലും ഉണ്ടാവും. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ കാലങ്ങളായിട്ട് അച്ഛൻ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. മഹാബലിക്ക് രാവിലെ അടയും പഴവും എല്ലാം നേദിക്കുന്ന ഒരു ചടങ്ങാണ്. അത് ചടങ്ങ് എന്ന് വെച്ചാൽ എന്താണോ ആ വീട്ടിലെ പ്രധാനപ്പെട്ട വിഭവം അത് മഹാബലിക്ക് നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കല്പം. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്തൊക്കെയാ പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിലേക്കൊന്ന് പറയൂ. സാധാരണ അതുപോലെ നമ്മൾ അപ്പം അട തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിവേദിക്കുക. മഹാബലിയും ഒപ്പം തന്നെ വാമനമൂർത്തിയാണ് അവിടെ ആദരിച്ചിരുത്തുന്നത്. അപ്പോൾ അവരെ വേണ്ട പോലെ ഉപചരിച്ച് ഇരുത്തി നമ്മൾ പൂജ കഴിക്കുക, സ്വീകരിക്കുക. ഇവിടെ ഇപ്പോൾ ഒന്ന് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വാമനനാണ്. അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ ഇതിലാണ്, വൈഷ്ണവം. ഇത് ശൈവരൂപത്തിലാണ് മഹാബലിയെ നമ്മളിവിടെ ആരാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ശിവലിംഗ രൂപത്തിലുള്ള വിഗ്രഹം ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടെയുള്ളവരൊക്കെ അവിടുന്ന് വന്നിട്ടുള്ള മന്ത്രിപ്രമുഖന്മാരും തുടങ്ങിയിട്ടുള്ളവരാണ് മഹാബലിയുടെ ഒപ്പം വന്നിട്ടുള്ള. മുമ്പത്തെ ഒരു കാലത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ തൃക്കാക്കരയാണ് ഓണത്തിൻ്റെ തുടക്കം കുറിച്ചെന്ന് പറയുന്നത്. അതായത് 64 ദേശങ്ങളോട് കൂടിയതായിരുന്നു ഇത്ര അവിടെ. അപ്പോൾ അന്നത്തെ ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് ഈ ദേശവാഴികളുടെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടി രാജ്യഭരണത്തിനെ പറ്റി പുതിയ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു കൂട്ടിയിരുന്നൊരു ഇതായിരുന്നു, സദസ്സായിരുന്നു ഇത്ര പണ്ട്. അത് കുറേ കാലം നടന്നു. പിന്നെ അവസാനം തനിക്ക് ദാവായ സമയത്ത് അവസാനം രാജാവ് കൽപ്പിച്ചു, ഇനി എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ഇതേപോലെ ഈ 10 ദിവസം ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം മുതലുള്ള 10 ദിവസം ഇങ്ങനെ ആഘോഷിച്ചാൽ മതി. അതിന് മണ്ണിലോ മരത്തിലോ
പ്രതിമ ഉണ്ടാക്കിയിട്ട് മഹാബലി സങ്കല്പത്തിൽ പൂജ കഴിച്ചോളൂ എന്ന് പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ഈ പൂജ അതാത് ജാതി മതഭേദമന്യേ ചെയ്തു. നമ്മൾ ആദ്യം മുതൽക്ക് ഹൈന്ദവ ആചാരപ്രകാരമാണ് ഈ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. പക്ഷേ മറ്റ് അതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളൊക്കെ പൊതുവായിട്ട് എല്ലാവരും ജനകീയ അയ്യോടുകൂടി അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അതായത് ഇതിനോട് കൂടിയുള്ള കളികൾ, ഭക്ഷണത്തിൻ്റെ കാര്യം, സദ്യ ഒരുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാവരെയും ഓണം ആഘോഷമായിട്ട് ജനകീയമായും കൊണ്ട് മാറി. മുമ്പ് അതൊക്കെ വെച്ചിരുന്നു. ഇന്നിപ്പോൾ കൂടുതലൊന്നും ഇയാളിലേക്ക് അത്രയൊന്നും കൂടുതൽ വെച്ചിട്ടില്ല. പണ്ട് അവിടുന്ന് അവർ പരിവാര സമേതം വരുമ്പോൾ എല്ലാവരും വൃദ്ധജനങ്ങളും കുട്ടികളടക്കം എല്ലാവരെയും പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ അത് അതെ അതെ അത് വേണ്ടിയാണ് ഒന്ന് വെച്ചിരുന്നത്. ഇതാണ് നമ്മുടെ കുട്ടിപ്പട്ടാളം. ഇതെല്ലാം ഈ ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിലാണ്. പക്ഷെ അവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ സമയത്ത് തന്നെ മനസ്സിലാവണം എന്നുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ഇതിൽ പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഓണത്തിനെ പറ്റി പറയാനുള്ളത്? എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. ആൻഡ് നല്ലൊരു ദിവസം മനസ്സിൽ വിചാരിക്കുന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞാൻ പൂവേ വിളിക്കുന്ന പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവിളി അല്ലേ? അപ്പോൾ അതാണ് എൽദോ സേറ നമ്മളിവിടുത്തെ ഈ ഓണാഘോഷത്തിൻ്റെ വിശ്വാസവും അതിൻ്റെ ഒരു രീതികളൊക്കെ. പൂപ്പൊലി വിളിച്ചുകൊണ്ട് മഹാബലിക്ക് അടയും പഴവും മറ്റ് വിഭവങ്ങളൊക്കെ നേദിച്ചുകൊണ്ട് അങ്ങനെ വീട്ടിലെത്തുന്ന മാവേലിയെ സ്വീകരിച്ച് ആദരിച്ച് അതിനുശേഷമാണ് മറ്റ് ആഘോഷങ്ങളിലൊക്കെ കടക്കുക എന്നുള്ളതാണ്. കോടിയൊടുപ്പിക്കും എന്നൊക്കെ പറയും. അപ്പോൾ ഒരു പുതിയ ഓണക്കോടിയുടെ നൂല് ഈ ഇതിലൊക്കെയാണ് കെട്ടി. അങ്ങനെയൊക്കെയാണ് ഈ വള്ളുവനാടിൻ്റെ ഒരു ഓണാഘോഷത്തിൻ്റെ ശൈലിയും രീതിയും. നല്ല മഴയാണ്, അതുകൊണ്ട് ഈ പുറത്ത് പോയിട്ടുള്ള കളിയൊക്കെ എത്രമാത്രം ഉണ്ടാകുമെന്നൊന്നും പറയാനാകില്ല. കാരണം നല്ല മഴയാണ് ഇവിടെയൊക്കെ പെയ്യുന്നത്. ഇത്തവണ അത്തവും കറുത്തു ഓണവും കറുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരവസ്ഥ. എൽദോ അനുമോദേ, ഈ സദ്യവട്ടമൊക്കെ ഒരുങ്ങിയോ? ബാക്കിൽ നിൽക്കുന്ന ആ അമ്മമാരെ കൂടി ഒന്ന് കാണിച്ചു ചെയ്യാം. അവര് ഇങ്ങനെ വളരെ കൗതുകത്തോടെ നിൽക്കുന്നുണ്ട്. അവരാണല്ലോ ഏറ്റവും ഗംഭീരമായിട്ട് ഓണം പഴയ തലമുറ ആഘോഷിച്ചിരുന്നത്. പറയും പറക്കോലും പിറന്ന പൂവേ അതെ. എന്തൊക്കെയാ സദ്യവട്ടങ്ങള്? കാളനോലൻ, അവിയൽ, എലിശ്ശേരി, സാമ്പാറ്, പിന്നെ എല്ലാം ഉണ്ട്. പിന്നെ പായസം, നാരങ്ങ പുളിയഞ്ച്, ഉപ്പേരി 2 കൂട്ടം, പപ്പടം, മുളകാപ്പച്ചടി. പുളിയഞ്ചി അല്ല, മുളകാപ്പച്ചടി എല്ലാം ഉണ്ട്. 2 ഉണ്ട്. എല്ലാം ഉണ്ട്. അങ്ങനെ ഗംഭീര സദ്യ. അപ്പോൾ അതാണ് അടുക്കളയിൽ സദ്യവട്ടങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പുറത്ത് മഹാബലിയുടെ പൂജയെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുട്ടിപ്പട്ടാളത്തിനൊക്കെ അതുകൊണ്ട് അല്പം വിഷമാണ്. അവർ ഉദ്ദേശിച്ച പോലെ പുറത്തിറങ്ങി കളിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമം അവർക്കൊക്കെ ഉണ്ട്. എന്താണെങ്കിലും അത്തം കറുത്തു, ഓണവും കറുത്തു. എത്രമാത്രം മഴ ഇന്ന് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. എന്തോ റൈറ്റ്, അതാണ് അനുമോദ് കാണിച്ച നൽകിയ ദൃശ്യങ്ങളുണ്ടല്ലോ, അതാണ് സേറ ഈ അവിടുത്തെ ഒരു ഓണം ഒരു വല്ലാത്തൊരു രസമുള്ള ഒരു ഓണമാണ്. കുറച്ചുകൂടി ഗ്രഹാതുരത്വമൊക്കെ നമുക്ക് തോന്നും ഇപ്പോഴും ആ ദൃശ്യങ്ങളിൽ. നമ്മൾ ഇപ്പോൾ കൊച്ചിയിലേക്കോ തിരുവനന്തപുരത്തേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി അത് ഈ ടൗണിലേക്ക് മാറി, അതിൻ്റെ ഒരു രീതി മാറി ഈ വള്ളുവനാട്ടിൽ. പക്ഷെ ഇപ്പോഴും ഇപ്പോൾ അനുമോദിന്റെ അച്ഛനൊക്കെ ആ ഓണത്തിന്റെ അതേ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് അത് തുടരുകയാണ്. ഞാൻ കണ്ടോ ചേച്ചി സദ്യയുടെ വിഭവങ്ങൾ പറയുന്നത് കണ്ടോ? ഞാൻ പറഞ്ഞതിൽ 1-2 ഐറ്റം കൂടുതലുള്ളൂ. 1-2 ഐറ്റം കൂടുതൽ. അതെ, നമ്മുടെ ചില യൂട്യൂബിലുള്ള ആൾക്കാർ നമ്മുടെ ചില എന്റെ കള്ളത്തരമല്ല, എൽദോടെ കള്ളത്തരങ്ങളൊക്കെ പൊക്കുന്നുണ്ട്. അതായത് മനോജ് കുമാർ എന്താ പറയുന്ന അറിയോ? ഒരു കള്ള ശശി ഒരുപാട് കള്ളങ്ങൾ പടച്ചു വിടുന്നുണ്ട്. ചില പാവം കുട്ടികൾ അതിൽ വീട് പോകുന്നു. പ്രതികരിച്ചോളൂ. അതായത് കള്ള വിട്ടുപോയതാ, പുള്ളി ഒരു കല വിട്ടുപോയിട്ടുണ്ട്.
കള്ള ശശികല എന്തൊക്കെയോ കള്ളം പറയുന്നു. പാവം കുട്ടികളത് വീണ് ശശികല സത്യങ്ങൾ മാത്രമേ ഓണം ദിനത്തിൽ പറയുന്നുള്ളൂ. ഓണം എന്ന് പറഞ്ഞാൽ സത്യസന്ധതയുടെ ഒരു കുറച്ച് നാളുകളൊക്കെയാണ്. ഇപ്പൊ തൽക്കാലം ഞാൻ സത്യസന്ധയാണ്. ശരി ശരി. പാലാക്കാരി അവിടെ നിന്ന് സത്യസന്ധതയുടെ പിന്നെ സുവിശേഷം വളർന്നു മിണ്ടാതിരിക്കും. അടുത്ത സ്റ്റോറി കേൾക്കാം നമുക്ക്. ഓക്കെ ശരി പറ. അപ്പൊ പാരമ്പര്യത്തിന്റെയും ഐതിഹ്യത്തിന്റെയും പെരുമ വിളിച്ചോതി പാലക്കാട്ടെ ഗ്രാമങ്ങളിൽ ഓണനാളിൽ മാവേലിയെ അണിയിച്ചൊരുക്കുകയാണ് വീട്ടുകാർ. അതെ, മഹാബലിയെ വരവേൽക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ചടങ്ങ് എന്നാണ് വിശ്വാസം. ഗ്രാമങ്ങളിൽ ഓണക്കാലത്ത് മണ്ണുകൊണ്ട് മാവേലിയുടെ രൂപം ഉണ്ടാക്കി വയ്ക്കുന്ന ആചാരത്തിന് മാതോരു വയ്ക്കുക എന്നാണ് പാലക്കാട്ടുകാർ പറയുക. ഐതിഹ്യവും സങ്കല്പവും പ്രജകളെ കാണാൻ പാതാളത്തിൽ നിന്നെത്തുന്ന മഹാബലി ചക്രവർത്തിയെ പ്രതീകാത്മകമായി വരവേൽക്കാനാണ് ഇത് ചെയ്യുന്നത്. അണിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മ ഉണ്ടാക്കി വെച്ച മാവേലിനെ എടുത്ത് പൂജ കഴിഞ്ഞ് മുറ്റത്ത് വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സദ്യയൊക്കെ ഉണ്ടാക്കി മാവേലിക്ക് കൊടുത്ത പിന്നെ നമ്മൾ കഴിക്കുള്ളൂ. എല്ലാ ദിവസവും 3 ദിവസവും അതേപോലെ തന്നെ ചെയ്യും. വീട്ടുമുറ്റത്തോ പൂക്കളത്തിനടുത്തോ മാവേലിയെ പ്രതിഷ്ഠിക്കുന്നു. അത്തം മുതൽ പൂക്കളം ഒരുക്കുകയും അതിനുശേഷം ഓണനാളിൽ മാവേലിയുടെ രൂപമുണ്ടാക്കി വയ്ക്കുകയാണ് പതിവ്. പീഠത്തിൽ മാവേലിയുടെ രൂപം വെച്ച് പ്രത്യേക പൂക്കൾ കുത്തി 3 നേരം പൂജിക്കുന്നതും അരിമാവ് പൂശുന്നതുമായ നാടൻ രീതികളാണ് പാലക്കാടൻ ഗ്രാമങ്ങളിൽ ഒരുക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. ഹാപ്പി ഓണം ആൻഡ് യു ഗൈസ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ ടുഡേ. സാർ എത്ര ദിവസമായിട്ട് നിൽക്കുന്നു? ഞാൻ വന്നപ്പോഴല്ലേ ഇങ്ങനത്തെ ഒരു കമന്റ് തന്നെ. ഈ ക്രിസ്റ്റോ വർഗീസ് ഒന്നാമത്തെ കാര്യം എന്റെ സുഹൃത്താണ്. ഞാൻ പറഞ്ഞു ഇന്ന് എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ഞങ്ങൾക്ക് വിഷമാവരുത്, അതുകൊണ്ട് ഒരു കമന്റ് ഉണ്ടാമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അത് മനസ്സിലായല്ലോ. ഇതുവരെയുള്ള എല്ലാ ദിവസത്തിലും ഈ കമന്റ് വായിക്കില്ലേ, അത് കൂട്ടുകാർ തന്നെ ഇടുന്നതാണ്. കൂട്ടുകാരും വീട്ടുകാരും കമന്റ് ഇടും, അത് ഇവിടുന്ന് വായിക്കും. ഒന്നാമത്തെ കാര്യം എന്റെ കൂട്ടുകാരെ രാവിലെ 7 മണിക്ക് എണീക്കാറില്ല. എന്റെ പൊന്നു പ്രേക്ഷകരെ, അത് വെറും കള്ളമാണ്. നേരത്തെ മനോജ് പറഞ്ഞ പോലെ വെറുതെ കള്ളത്തരം പടച്ചു വിടുന്നതാണ് രാവിലെ വന്നിട്ട്. മനസ്സിലായി. ആദ്യമായിട്ടൊരു കോംപ്ലിമെന്റ് കിട്ടിയത് പോലും. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നിട്ടുണ്ട്. ലോകമെമ്പാടും മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒന്നായി ഓണം ആഘോഷിക്കുമ്പോൾ അത് മലയാളികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തന്റെ പ്രജകളെ കാണാൻ കേരളത്തിലേക്ക് എത്തുകയാണ്. പ്രകൃതി വരെ ഹരിതാപമായി മാറിയിരിക്കുകയാണ്. മനുഷ്യരെല്ലാവരും ആഹ്ലാദത്തിലാണ്. ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ബന്ധുക്കളോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം എല്ലാവരും ഒരുമിച്ച് ചേരുന്ന അതിമനോഹരമായ ഒരാഘോഷമാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ്. ഈ ഓണാഘോഷവും അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്കതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്. മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ നമ്മുടെ ഗവർണർ രാജേന്ദ്ര അർലേക്കറും എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു. എല്ലാ അതിർവരമ്പുകളെയും മറികടന്ന് ഒന്നിച്ചുള്ള ആഘോഷമായാണ് മലയാളികൾ ഓണത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതെന്നും ഗവർണർ പറയുണ്ടായി. നമസ്കാരം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, my heartiest Onam greetings to the people of Kerala and to Malayalis all over the world. Onam, the most cherished festival of our Kerala, is the occasion when we welcome with joy and abundance the visit of Maharaja Mahabali, the legendary emperor who visits his beloved subjects once every year.
The golden sunshine, the fragrance of flowers, the pleasant wind, and the melody of Onam songs fill our hearts and our land alike with radiance and hope. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന എല്ലാ മലയാളികൾക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഓണാശംസകൾ നേർന്നു. കേരളത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും മാനവികതയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ പ്രതീക്ഷകൾക്ക് ഈ ഓണം തുടക്കമാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. ആറന്മുള പാർത്ഥസാരഥിക്ക് ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി എത്തി. പുലർച്ചെ ക്ഷേത്രക്കടവിൽ എത്തിച്ചേർന്ന തിരുവോണത്തോണിയെയും മങ്ങാട്ട് ഭട്ടതിരിയെയും ക്ഷേത്രം മേൽശാന്തിയും ക്ഷേത്ര ഉപദേശക സമിതിയും പള്ളിയോട സേവാ സംഘവും ആചാരപരമായി സ്വീകരിച്ചു. തിരുവോണത്തോണിയിൽ എത്തിച്ച വിഭവങ്ങൾ കൊണ്ടാണ് ആറന്മുള പാർത്ഥസാരഥിക്ക് ഇന്ന് ഓണസദ്യ ഒരുക്കുന്നത്. ശശി നാരായണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശശി, ആറന്മുളയെ സംബന്ധിച്ച് പത്തനംതിട്ടയിലെ ഓണ ദൃശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണിത്. അപ്പോൾ എന്തായി ആറന്മുളയിലെ ഓണം? തീർച്ചയായും എൽദോ, ആറന്മുളയെ സംബന്ധിച്ച് ഏറെ ആചാരങ്ങളും അതുപോലെ പള്ളിയോടങ്ങളെ നാടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് തിരുവോണം. ആ തിരുവോണത്തിൽ തിരുവോണത്തോണി എത്തുക എന്ന് പറയുന്നത് കരക്കാരെ സംബന്ധിച്ച് വലിയ ആചാരപ്പെരുമയുടെയും അതുപോലെ ഐതിഹ്യത്തിന്റെയും വിശ്വാസത്തിന്റെ ഒക്കെ ഒരു ഭാഗമാണ്. എന്തായാലും ആറന്മുള പാർത്ഥസാരഥിക്കുള്ള ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായി മങ്ങാട്ട് ഭട്ടതിരി അനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി ആറന്മുള പാർത്ഥസാരഥി കടവിലെത്തിയത്. പുലർച്ചെ 5 മണിക്ക് തന്നെ തിരുവോണത്തോണി എത്തി. തുടർന്ന് ദേവസ്വം ഭാരവാഹികളും പള്ളിയോട സേവാ സംഘം അതുപോലെ തന്നെ ക്ഷേത്രം ജീവനക്കാരുമടക്കം ഭക്തജനങ്ങളടക്കം ആചാരപരമായി വെറ്റിലയും പുകയും നൽകിയാണ് തിരുവോണത്തോണിയെയും ഒപ്പം ആ തിരുവോണത്തോണിയിലെത്തിയ മങ്ങാട്ട് ഭട്ടതിരിയെയും ഒക്കെ സ്വീകരിച്ചത്. തുടർന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന വിഭവങ്ങളും ഒപ്പം കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് തിരുവോണത്തോണി പുറപ്പെട്ടത്. അവിടെ നിന്ന് കൊണ്ടുവന്ന ആ കെടാവിളക്കും മേൽശാന്തിക്ക് കൈമാറി. ഇത് ക്ഷേത്രത്തിലെ ശ്രീകോവിലെ നിലവിളക്കിൽ കൊളുത്തും. ഇന്ന് ഈ തിരുവോണത്തോണിയിൽ കൊണ്ടുവന്ന വിഭവങ്ങൾ വെച്ചാണ് ആറന്മുള സദ്യയിൽ, അതായത് പ്രത്യേകിച്ച് ആറന്മുള പാർത്ഥസാരഥിക്കുള്ള ഓണസദ്യ ഒരുക്കുന്നത്. വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം ആ മേൽശാന്തി നിന്നും പണക്കിഴി ആറന്മുള ഭട്ടതിരി ഈ തിരുവോണത്തോണിയിലെത്തിയ അനൂപ് ഭട്ടതിരി ഏറ്റുവാങ്ങും. തുടർന്ന് ആ പണക്കിഴി ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചതിന് ശേഷം തിരിച്ചു മടങ്ങുന്നതോടുകൂടി തന്നെ ഈ ചടങ്ങുകൾ അവസാനിക്കും. എന്തായാലും വലിയ ഓണാഘോഷത്തിന്റെ ഒരു നിറവിലാണ് ആറന്മുളയും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയെ അടക്കമുള്ള പ്രത്യേകിച്ച് ആറന്മുളയാണ് ഈ ഓണവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളുടെ കേന്ദ്രം. പള്ളിയോടങ്ങളുടെ നാടാണ്, ആചാരങ്ങളുടെ നാടാണ്. അത്തരത്തിൽ കരക്കാരും ക്ഷേത്രം ജീവനക്കാരും നാട്ടുകാരും അടക്കം വലിയ ജനസംഖ്യ തന്നെ രാവിലെ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതെല്ലാം തിരുവോണത്തോണി ആറന്മുളയിൽ എത്തിയിരിക്കുന്നു. തിരുവോണത്തോണി ആറന്മുളയിലെത്തി ശശിനാരായണ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ച് വലിയ ഐതിഹ്യത്തിൻ്റെ വലിയ ഒരു ഭക്തിയുടെയും ഒക്കെ നിമിഷം കൂടിയാണ് തിരുവോണ തോണി എത്തുക, അത് സ്വീകരിക്കുക. അപ്പോൾ ആറന്മുളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എൽദോ, എനിക്കിട്ട് പാര വെച്ച് ഒരു ഇച്ചിരി ക്ഷീണം വന്നിട്ടുണ്ടോ? ഇല്ല, എന്താ അല്ല, വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് പോയി ചുമ്മാ നിന്നിട്ട് വന്നു. അടുത്ത എനിക്കിട്ട് എന്താണ് പാര വെക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് വന്നോ? അങ്ങനെ ഞാനല്ലേ ആദ്യം ഞാൻ എന്റെ നാട്ടിലെ ഒരു കഥ പറഞ്ഞപ്പോൾ തുമ്പയും മൺകൊണ്ടുള്ള ഓണത്തപ്പൻ എന്ന് പറഞ്ഞില്ലേ, അനുമോദ് ആ ദൃശ്യം കണ്ടായിരുന്നു? കണ്ടു. അതിൽ കണ്ട അതാണ് ആ മൺരൂപം ഓണത്തപ്പൻ. ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇനി അടുത്ത ഓണത്തിന് തെറ്റിക്കരുത്. ഇല്ല, തെറ്റിക്കത്തില്ല. ഇനി എന്റെ എല്ലാ മലയാളികളോടും ഞാൻ പറയുന്നു, ഇനി തെറ്റിക്കത്തില്ല. ഓക്കെ, അപ്പൊ ശരി, ബ്രേക്ക് എടുക്കാം അല്ലേ? ബ്രേക്ക് എടുക്കാം. തിരികെ വേളയ്ക്ക് ശേഷം ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ
ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ്. ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഓക്കെ, അപ്പോൾ സാർ നമ്മൾ ഈ ഓണത്തിന്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു ഇതുവരെയും കണ്ടത്. നമ്മൾ ഇനി കുറച്ച് ഓണത്തിനിടയിൽ ചില കച്ചവടം എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ച് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോയി വളരെ വേഗം പോകാം. കാരണം പാലക്കാട് ഡിവിഷൻ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധം അത് കണക്കുന്നുണ്ട്. UDF MP-മാരുടെ ഉപവാസ സമരം ഇന്നാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഉപവാസ സമരം നടക്കുന്നത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ ജില്ലയിലെ MLA-മാരും പഞ്ചായത്ത് നഗരസഭാ ജനപ്രതിനിധികളും ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും. KV ബൈജു കൂടുതൽ വിവരങ്ങൾ നൽകും. ബൈജു, ഈ പ്രതിഷേധം അത് പ്രത്യേകിച്ചും കേരളത്തിന്റെ റെയിൽവേ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ, നീക്കങ്ങൾ നടക്കുമ്പോൾ ഒരൊറ്റക്കെട്ടായിട്ടുള്ള പോരാട്ടമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? എൽദോ സറ, ഗുഡ് മോർണിംഗ്. അതായത് നാടും നഗരവും എല്ലാം ഓണാഘോഷ ലഹരിയിലാണ്. പക്ഷേ മലബാറുകാർക്ക് ഈ ഓണം അത്ര നല്ലതല്ല. ഏതായാലും ഉത്സവങ്ങളൊക്കെ അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ പൊടിപൊടിയായി നടക്കുമ്പോഴും വലിയ സങ്കടമുള്ളത് റെയിൽവേയുടെ ഈ ഒരു നിലപാട് തന്നെയാണ്. എന്തായാലും ഇന്ന് മലബാറിലെ MP-മാർ ഉപവസിക്കുകയാണ്. അവർ ഓണം ഉണ്ണുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം. ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MK രാഘവൻ MP, മുസ്ലിം ലീഗിന്റെ MP-മാർ, അങ്ങനെ നിരവധി MP-മാർ ഈ ഒരു ഉപവാസ സമരത്തിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. റെയിൽവേയുടെ കണ്ണ് തുറപ്പിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു മാത്രമല്ല, ഈ ഒരു തീരുമാനം, അതായത് ഈ ഒരു റെയിൽവേ വിഭജനം, അതിനെതിരെയുള്ള ഒരു പ്രത്യക്ഷ സമരത്തിന്റെ തുടക്കം കുറിക്കുകയും കൂടെ ഇന്ന് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫാണ് ഈ ഒരു പ്രതിഷേധ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകിട്ട് 6 മണിവരെ ഉപവസിക്കും. MP-മാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി, അതായത് UDF-ന്റെ വിവിധ പാർട്ടി പ്രവർത്തകരൊക്കെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു പ്രതിഷേധത്തിന് തിരുവോണ നാളിൽ തുടക്കമിടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി അത് ഈ ഒരു സമരം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടം ഡൽഹിയിലായിരിക്കും ഇതിന്റെ പ്രതിഷേധം. എന്തായാലും ഈ ഒരു തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് UDF-ന്റെ തീരുമാനം. അതോടൊപ്പം CPM-ഉം കഴിഞ്ഞ ദിവസം DYFI റെയിൽവേ സ്റ്റേഷൻ മാർച്ചൊക്കെ നടന്നിരുന്നു. വലിയ തോതിൽ പ്രതിഷേധമായി DYFI ഉൾപ്പെടെയുള്ള സംഘടനകളുമുണ്ട്. അങ്ങനെ ഈ മലബാറിലെ റെയിൽവേ വികസനത്തിന് കരിനിഴൽ വീഴ്ത്തിയേക്കാവുന്ന വലിയ തീരുമാനം, ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തതാണ് ഈ ഒരു സംഭവം. ഈ ഒരു റെയിൽവേയുടെ വരുമാനത്തിലെ കുറവ് വരികയും പിന്നീട് അത് വികസനത്തെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം. ഏതായാലും 9 മണിക്കാണ് ഉപവാസ സമരം, MP-മാരുടെ ഉപവാസം ആരംഭിക്കുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പാലക്കാട് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. റെയിൽവേ ഡിവിഷണൽ മാനേജറുടെ ഓഫീസിന് മുന്നിലാണ് ഈ പ്രതിഷേധം നടക്കുക. ഇതൊരു സൂചന സമരം മാത്രമാണ്. ഇനി അങ്ങോട്ട് വലിയ പ്രതിഷേധം, ഈ തിരുവോണ നാളിൽ തുടക്കമിടുന്ന ഈ പ്രതിഷേധം ഇനി അങ്ങോട്ട് ഡൽഹിയിലേക്ക് ഉൾപ്പെടെ വ്യാപിപ്പിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാലും 9 മണിക്ക് ഈ ഉപവാസ സമരം ആരംഭിക്കും. എൽദോ, സറ.
റൈറ്റ്, കെ വി ബൈജു സൂചിപ്പിച്ചതുപോലെ ആ ഓണദിനത്തിലാണ് ആ പ്രതിഷേധ സമരം എന്നുള്ളതാണ്. എന്നാലും ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം അല്ലേ? സംസ്ഥാനത്ത് ഇന്നും മഴയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുമുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നാണ് നിർദ്ദേശം. ആചാരപ്പെരുമയോടെ മലയ രാജാവ് അങ്ങാടിപ്പുറം തിരുമാണ്ടാംകുന്ന് ക്ഷേത്രത്തിലെത്തി കാഴ്ചയും കുലയും സമർപ്പിച്ചു. ഉത്രാട ദിനത്തിൽ രാവിലെ ശ്രീമൂലസ്ഥാനത്ത് ക്ഷേത്രം ട്രസ്റ്റി MC ശ്രീധര വർമ്മ രാജയുടെ സാന്നിധ്യത്തിലായിരുന്നു മലയ രാജാവ് കാഴ്ചക്കുടയും കുലയും സമർപ്പിച്ചത്. ഐതിഹ്യങ്ങളിലും ചരിത്രത്തിലും എല്ലാം മലയ രാജകുടുംബത്തിന് തിരുമാന്താംകുന്ന് ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിൽ മലയ രാജാവിന് പ്രത്യേക സ്ഥാനമുണ്ട്. അദ്ദേഹം അനുഷ്ഠിക്കേണ്ടതായ ചടങ്ങുകളുമുണ്ട്. ഉത്രാട ദിവസം ഭഗവതിക്ക് കാഴ്ചക്കുലയും ഓലക്കുടയും സമർപ്പിക്കുന്നത് ഇത്തരത്തിൽ അനുവർത്തിച്ചു പോരുന്ന ഒരു ചടങ്ങാണ്. മലയ രാജകുടുംബം തന്നെയാണ് ഭഗവതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ഈ ഓലക്കുടയും നിർമ്മിക്കുന്നത്. മലയ രാജാവ് ഗോപാലകൃഷ്ണനും കുടുംബാംഗങ്ങളുമാണ് ഇത്തവണ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ കാഴ്ചക്കുലയും ഓലക്കുടയും സമർപ്പിച്ചത്. നമ്മളെ കുലദേവത എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഈ തിരുമാന്താംകുന്ന് ഭഗവതി. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇപ്രാവശ്യത്തെ തിരുവോണത്തിന് ഉത്രാട കാഴ്ചക്കുല വെക്കാനും അതുപോലെ തന്നെ തമ്പുരാന് കാഴ്ചക്കുല വെക്കാനും എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഈ ചടങ്ങ് ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാ വർഷവും കൊല്ലം ചെയ്യാറുണ്ട്. വള്ളൂർക്കോനാതിരിയും ഞങ്ങളും ആണ് ഇവിടെ ഈ കാഴ്ചക്കുല വെക്കാൻ വേണ്ടിയിട്ട് വരാറുള്ളത്. അതായത് ഇപ്പോൾ പുതിയ ട്രസ്റ്റ് ഏറ്റെടുക്കണ ഇതല്ലേ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കൂടിക്കാഴ്ച, അതായത് വള്ളൂർക്കോനാതിരി ആദ്യത്തെ രാജഭരണം തിരുമാന്താംകുന്നിൽ വന്ന് ട്രസ്റ്റ് ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കൂടിക്കാഴ്ച മലയരാജാവിനായിട്ടേ പാടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ള ആൾക്കാരായിട്ടുള്ള എന്നുള്ളതാണ് ആ ചരിത്രം പിന്തുടർന്നു പോരുന്നത്. തിരുമാന്താംകുന്ന് ക്ഷേത്രഭരണം വള്ളൂനാട് രാജകുടുംബം ഏറ്റെടുക്കുന്ന ദിവസം കൂടിയായിരുന്നു ഇത്തവണത്തെ കാഴ്ചക്കുല സമർപ്പണം എന്ന പ്രത്യേകതയുമുണ്ട്. ന്യൂസ് 18 മലപ്പുറം. അപ്പോൾ തിരുവോണ ദിവസത്തിൽ ചില ആഘോഷങ്ങൾ നടത്തുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് കൂടി കുറെ ആശംസയൊക്കെ പറഞ്ഞ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം അല്ലേ? ശങ്കരംകുളം ഹരിഭവനിൽ രാജൻ മണി ദമ്പതികളുടെ വിവാഹ വാർഷികമാണെന്ന് 45-ാം വിവാഹ വാർഷികമാണ് ഇരുവരും ആഘോഷിക്കുന്നത്. മക്കളും ബന്ധുക്കളും രണ്ടുപേർക്കും സ്നേഹം നിറഞ്ഞ ആശംസ അറിയിക്കുന്നുണ്ട്. അപ്പോ ന്യൂസ് 18 എല്ലാവിധ ആശംസയും അറിയിക്കുന്നു. ഓണദിനത്തിലൊക്കെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ സാധിക്കാന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോ പ്ലാൻ ചെയ്ത് കല്യാണം കഴിച്ചതായിരിക്കും, പറയാൻ പറ്റില്ല. അതെ, അപ്പൊ എന്തായാലും ഹാപ്പി ആനിവേഴ്സറി. ന്യൂസ് 18 മൾട്ടിമീഡിയ പ്രൊഡ്യൂസർ രശ്മി ബ്രഹ്മാനന്ദന്റെ ഭർത്താവ് അനൂപിന്റെ പിറന്നാളാണെന്ന്. അപ്പോ അനൂപ് ഹാപ്പി ബർത്ത്ഡേ. രശ്മിയുടെ കയ്യിൽ ഞങ്ങൾക്കുള്ള ഗിഫ്റ്റ് കൊടുത്തുവിട്ടേക്കാം. ഞങ്ങൾ വേഗം വന്നേക്കാം. അപ്പോൾ സാറ, ഈ ഓണത്തിന്റെ ദിവസത്തിൽ ഇതുപോലെ ആഘോഷം വരുന്നത് ഗംഭീരാന്ന് പറഞ്ഞില്ലേ? അടുത്ത വർഷം പ്ലാൻ ചെയ്യാവുന്നതാണ്. അല്ല, ഇതിനൊരു സമയമായിട്ടില്ല. ഇതെന്താന്നറിയോ, നേരത്തെ കെണിയിൽ പെട്ടുപോയതിന്റെ ഒരു സങ്കടമല്ലേ ഇപ്പൊ തീർത്തത്. ഓണത്തിന് സ്പെഷ്യൽ ഡേയില് വേണം എന്നുള്ള സ്പെഷ്യൽ ഡേ, ഇനിയും സ്പെഷ്യൽ ഡേകൾ വരുമല്ലോ. എല്ലാ വർഷവും ഇഷ്ടംപോലെ സ്പെഷ്യൽ ഡേകളുണ്ട്. സൂക്ഷിച്ച് ആലോചിച്ചൊക്കെ മതി കേട്ടോ. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ, ഒരു തിരക്കില്ല. വെരി ഗുഡ്. അപ്പം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. അപ്പോൾ നമ്മുടെ ന്യൂസ് 18 ചാനലിൽ നമ്മൾ ഓണപരിപാടികൾ തുടരും. യൂട്യൂബിൽ ന്യൂസ് മോർണിംഗ് തുടരും. അവിടെ നമ്മളെ കാത്ത് തകൃതിയായിട്ട് കുറച്ച് നമ്മുടെ ഓഡിയൻസ് യൂട്യൂബിൽ അവിടെ ഓണം ആഘോഷിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മളും തുടരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.